നിതീഷ് കുമാറിനെ ജെഡിയു ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. ദില്ലിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാവിലെ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രാജീവ് രഞ്ജൻ സിംഗ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. വിവരങ്ങളുമായി നോബിൾ തന്നെയാണ്. നോബിൾ, ഇനി നിതീഷ് കുമാർ ജെഡിയുവിനെ നയിക്കും. ആര്യ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ജെഡിയുവിന്റെ ദേശീയ അധ്യക്ഷനായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് യോഗം, അതായത് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു. അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് രഞ്ജൻ ആ പദവി ഒഴിയുക, അധ്യക്ഷസ്ഥാനം ഒഴിയുകയാണ് ചെയ്തത്. പിന്നാലെ അദ്ദേഹം തന്നെയാണ് നിതീഷ് കുമാറിന്റെ പേര് അധ്യക്ഷസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന കൗൺസിൽ യോഗം, നാഷണൽ കൗൺസിൽ യോഗം വിശദമായി ഈ വിഷയം ചർച്ച ചെയ്തു. അതിനു പിന്നാലെയാണ് നിതീഷ് കുമാറിനെ ഇപ്പോൾ ജെഡിയു അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രധാനമായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖം ആവുക എന്താണ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നത്. ജെഡിയു അധ്യക്ഷ സ്ഥാനത്തോടെ അതുമായി ബന്ധപ്പെട്ട കരുക്കൾ നീക്കാം എന്ന് നിതീഷ് കുമാർ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിലത്തെ അധ്യക്ഷൻ രാജീവ് രഞ്ജൻ അടക്കമുള്ള ആളുകൾ ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി അടുക്കുന്നു എന്ന ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ അധ്യക്ഷ സ്ഥാനത്തിൽ മാറ്റം ഉണ്ടായത് എന്നും എടുത്തു പറയേണ്ടതാണ്. ജെഡിയുവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ജെഡിയു, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, ഒപ്പം RJD സഖ്യമാണ് ഉള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മുഖമായി തന്നെ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാണിക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതോടുകൂടി തന്നെ ആ കാര്യത്തിലേക്ക് കൂടുതൽ കരുക്കൾ നീക്കാം എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജെഡിയു അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ഇതിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല. പക്ഷേ ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കും എന്നാണ് ജെഡിയു അറിയിക്കുന്നത്. രാമക്ഷേത്രം എന്നത് ഒരു വിശ്വാസത്തിന്റെ വിഷയം ആണ് എന്നുകൂടി പാർട്ടി വക്താവ് KC ത്യാഗി ഇന്നിപ്പോൾ ദില്ലിയിൽ പറഞ്ഞു. എന്താണെങ്കിലും നിലവിൽ ജെഡിയുവിൽ ഒരു നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു. നിതീഷ് കുമാർ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നിതീഷ് കുമാറിനെയാണ് ജെഡിയു ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ്, ഇന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമായത്. വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്.